രണ്ട് ജാതി മരണം. ഒന്ന് വന്നാസിഅതി ഗർഖാ, ശരീരത്തിലേക്ക് അങ്ങോട്ട് മുങ്ങി പ്രവേശിച്ച് വലിച്ചങ്ങോട്ട് എടുക്കുക, ഇതാണ് ഒരു ജാതി. വന്നാസിതാതി നസ്താ, സാവകാശം ഊരിയെടുക്കുക, രണ്ട് ജാതിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? രണ്ട് ജാതിയാണ്. വന്നാസിഅതി ഗർഖാ, വന്നോട് എന്റെ കൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിഅതി ഗർഖാ വന്നാശിതാതി നസ്താ. ഒന്നാമത്തെ തമ്മാടിയുടെ റൂഹിനെ പിടിക്കലാം. വന്നാസിഅതി ഗർഖൻ, ശരീരത്തിലേക്ക് അങ്ങോട്ട് മുങ്ങിയിട്ട് ചീന്തി ഇങ്ങോട്ട് എടുക്കുക. രണ്ടാമത്തേത് വന്നാശിതാതി നസ്താ, മെല്ലെ മെല്ലെ സാവകാശം പുറത്തെടുക്കുക. സത്യത്തിൽ ശുഭലക്ഷണം എന്ന രൂപത്തിൽ ആദ്യം പറയേണ്ടത് നല്ല റൂഹിനെ പിടിക്കലാണല്ലോ. എന്നിട്ടും രണ്ടാമതായിട്ടാണ് നല്ല റൂഹിനെ പിടിക്കൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശുഭലക്ഷണം പറഞ്ഞിട്ടല്ലേ അവലക്ഷണം പറയണ്ടു, നല്ലത് പറഞ്ഞിട്ടല്ലേ ചീത്ത പറയണ്ടു. നേരെ മറിച്ച് ഇവിടെ ആദ്യം ചീത്ത പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്? കൂടുതലും പിടിക്കാനുള്ള റൂഹ് വന്നാസിഅതി ഗർഖാ, മറ്റേ റൂഹ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏത്? വന്നാശിതാതി നസ്താ. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് ജാതി റൂഹിനെ പിടിക്കലാണ്. ഒന്ന് വന്നാസിഅതി ഗർഖാ, ഒന്ന് വന്നാശിതാതി നസ്താ. രണ്ട് ജാതി റൂഹിനെ പിടിക്കലാണ്. വളരെ പേടിക്കണം. പടച്ചോനെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ടോ വസ്സാബിഹാതി സബ്ഹാ, ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. ഫസ്സാബിഖാതി സബ്ഖാ, കയ്യിൽ കിട്ടിയത് കുതിച്ചോടുന്ന മലക്കുകളെ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഒരു തരമുള്ള കാര്യത്തെ ഒന്ന് വിശദീകരിച്ച ഭാഗം ഞാൻ പറയാ. സൂറത്തിന്റെ ആലിന്റെ 31, 32 ആ മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒന്ന് ഞാൻ വിശദീകരിക്കുക, രണ്ടും ഗൗരവമായി പഠിക്കേണ്ടതാ. ഇതാ കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ الذين توفاهم الملائكة طيبين سلام عليكم ادخلوا الجنة بما كنتم تعملون. അല്ലാഹു ആ മരണം നമുക്ക് നൽകട്ടെ. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, ഇത് പ്രകാരം മുത്തഖീങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. റേഷൻ കാർഡിന്റെ പുറത്ത് മുസ്ലിം എന്ന പേരെഴുതിയാ പോരാ. റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞോടത്ത് മുസ്ലിം എന്ന പേരുണ്ടായാൽ മാത്രം പോരാ, യഥാർത്ഥ മുസ്ലിം ആകണം. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇപ്രകാരം അല്ലാഹു മറുപടി പ്രതിഫലം നൽകും. എങ്ങനെ? അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, മലക്കുകൾ അവർ നല്ല രൂപത്തിലായി മരിപ്പിക്കുന്നതാണ്. യഖൂലൂന, ഈ മലക്കുകൾ അവരോട് പറയുകയും ചെയ്യും, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, സലാം നിങ്ങൾക്ക് തന്നെ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്ത കാരണത്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളൂ എന്ന് മലക്കുകൾ സലാം പറഞ്ഞിട്ടാണ് പിടിക്കുക. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇങ്ങനെ തന്നെ ആ സലാം പറഞ്ഞിട്ടാണ് മലക്കുകൾ അവരെ സ്വീകരിക്കുക. സലാം പറഞ്ഞിട്ട് തന്നെയാണ് മലക്കുകൾ സ്വർഗ്ഗത്തിൽ കയറ്റുക. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വസിയഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഉറക്കട് പറയാ, അല്ലാഹു ഭാഗ്യം തരട്ടെ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയും പറഞ്ഞത് മുത്തഖീങ്ങൾ എന്ന്, ഇവിടെയും പറഞ്ഞ മുത്തഖീങ്ങൾക്ക്. ശ്രദ്ധിക്കാൻ, നല്ല മരണം മുത്തഖീങ്ങൾക്ക് ഉണ്ടാകൂ. നല്ല മരണം മുത്തഖീങ്ങൾക്ക് ഉണ്ടാവും. അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ മലക്കുകൾ അവരോട് പറയുന്നതാണ്,
അവരോട് സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മലക്കുകൾ അവർക്ക് സലാം പറഞ്ഞ് സ്വീകരിക്കും എന്ന്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലേക്ക് അല്ലാഹു ചേർക്കട്ടെ. ഇവിടെയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നേരത്തെയുള്ള ആയത്തിലും പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവന്റെ റൂഹിനെ പിടിക്കും. ഇവൻ മുത്തഖിയാണെങ്കിലോ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അവൻ മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ. ആരാ മുഖറബ്? മനസ്സിലാവണില്ലേ? പറഞ്ഞോ? മുഖറബീങ്ങൾ മരണം റൂഹൊക്കെ പിടിച്ചോട്ടെ, പക്ഷേ മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ മരണം എളുപ്പമാണ്. സലാം പറഞ്ഞിട്ടേ പിടിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് മലക്കുകൾ സലാം പറഞ്ഞിട്ടേ ഇവനെ പിടിക്കുകയുള്ളൂ. നീ നല്ലവൻ തന്നെയാണ്, ഞാൻ നിന്റെ റൂഹിനെ പിടിച്ചോട്ടെ എന്ന് മുഅ്മിനോട് സമ്മതം ചോദിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചേ പിടിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഇവൻ ആരാണെങ്കിൽ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. അവൻ മുഖറബാണെങ്കിൽ അവന് റൗഹ് എല്ലാവിധ സന്തോഷമുണ്ടാകും. റൈഹാനുൻ സുഗന്ധച്ചെടിയിലെ നടുവിലേക്ക് ഖബറിലേക്ക് സുഗന്ധച്ചെടി നിറച്ചു വെച്ച ഖബറിലേക്ക് പോവുകയാകും. വജന്നത്തു നഈം. പക്ഷെ മുഖറബാകണം. മുഖറബാകണമെങ്കിൽ എന്താവണം? മനസ്സിലായില്ല. മരിക്കണോടുകൂടെ സ്വർഗത്തിൽ ചാടലാവും. മുഖറബാകണം. എന്താ മുഖറബ് എന്നാൽ? അങ്ങനെയുണ്ട്. ഇത് അറിയാത്ത ആടന്മാരില്ല. ഇപ്പോഴാ പുതിയ കുട്ടിയൊക്കെ അത് അറിയാത്തത്. ഹബീബിന്റെ ഹദീസിന്റെ കാവ്യാവിഷ്കാരം പറയാണ് ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു. മസാല അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. പുണ്യപ്പെട്ട കാര്യം കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. പുണ്യപ്പെട്ട കാര്യം കൊണ്ട് റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മരണം, സുഖത്തിന്റെ മരണം. فأما إن كان من المقربين فروح وريحان وجنة نعيم. الله ഭാഗ്യം തരട്ടെ. الله ഭാഗ്യം തരട്ടെ. فأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. നീ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിനോട് മാപ്പ് ചോദിച്ച് മാപ്പ് വാങ്ങിയവനാണെങ്കിലോ ഫസലാമുല്ലക, നിനക്കും സലാം ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഖറബ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ ശുദ്ധമായി ജീവിച്ചവർ. അസ്ഹാബുൽ യമീൻ എന്നാൽ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവസരം കിട്ടിയപ്പോൾ റബ്ബിൽ നിന്ന് അവര് മാപ്പ് വാങ്ങി. വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. കള്ള് കുടിച്ചവരെ കൂട്ടത്തിലുണ്ടാകും. റമളാനാണ്, തൗബ ചെയ്തോ മനുഷ്യ, പടച്ച തമ്പുരാനിലേക്ക് മാപ്പ് ചോദിച്ച മനുഷ്യ. റമളാനാണ്, ഇത് സയ്യിദ് ശുഹൂറാണ്, ഇത് തൗബയുടെ മാസമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. കള്ള് കുടിച്ചവരുണ്ടാവും, തൗബ വാങ്ങിക്കോ, റബ്ബിന് വാങ്ങിക്കോ. ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടവരുണ്ടാകും, അതിന്റെ പിന്നിൽ അടിത്തരത്തിന്റെ നഗ്നയുടതയുടെ മുന്നിൽ ഇരുന്നവരുണ്ടാകും. റബ്ബിനോട് പറയാനുള്ള സമയമാണ്. നമ്മൾ മരിക്കാൻ വന്നവർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഇവിടെ നമ്മൾ അധ്വാനിക്കാൻ വന്നവരാണ്. ഈ അധ്വാനമാണ്, ഈ പരലോകത്തിന് വേണ്ടിയുള്ള സമ്പാദ്യമാണ് നമ്മുടെ മുതൽക്കൂട്ട്. അതുകൊണ്ട് ജീവിതം അള്ളാഹുവിന് വേണ്ടിയാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളു കുടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ തൗബ ചെയ്യണം. സിനിമ കാണുന്ന ആളുകൾ തൗബ ചെയ്യണം. പലിശക്ക് ഏർപ്പാട് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. പലിശക്ക് തൗബ ചെയ്തേ മതിയാവും. എന്തുകൊണ്ട്? പലിശ എന്ന് പറയുന്നത് നിസ്സാരമായ പലിശ പോലും സ്വന്തം ഉമ്മയെ
വ്യഭിചരിക്കുന്നതിന് സമമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, പലിശ, ഏറ്റവും ചെറിയ പലിശ പോലും തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഇതൊന്നും അറിയാത്തവരല്ല നാട്ടിലാരും. ഈ ഹദീസിലൊന്നും തർക്കമില്ല, ഈ ഹദീസിലൊന്നും സംഘടനാപരമായ ഒരു തർക്കമില്ലാത്ത ഹദീസാണ് ഇതൊക്കെ. പലിശ, നിസ്സാരമായ പലിശ പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. പലിശ 73ഓളം വകുപ്പുകളുണ്ട്. അതിലേറ്റവും ചെറിയ വകുപ്പ് പോലും സ്വന്തം ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ്. വിവാഹം ചെയ്യാന്നാൽ ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റൂല, പിന്നെ വ്യഭിചാരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഉമ്മയെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇത്തരം തൗബ ചെയ്യണം. എല്ലാവരും ചിത്ത പറയുന്ന ആളുകൾ തൗബ ചെയ്യണം, എന്തിനും തൗബ ചെയ്യണം. അതാണ് പറയും തെറ്റിന് തൗബ ചെയ്തവനാണെങ്കിലും നിനക്ക് സലാം ബോർഡോടുകൂടിയുള്ള മടക്കം മലക്കുകൾ നൽകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ പിഴച്ചു നടന്നവനും ഈ പറഞ്ഞൊക്കെ കളവാക്കിയവനുമാണെങ്കിലോ നേരിട്ട് നരകത്തിന്റെ കുണ്ടിലേക്ക് അവൻ വീഴുകയായിരിക്കും. അവന്റെ മരണം ഭയാനകവുമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനെ നാഫിയാക്കി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്.